ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കപ്പ വെച്ചിട്ടുള്ള കട്ട്ലറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കിഴങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ചെറിയ 2 കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം. അപ്പോൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഞാൻ ഒരു പാത്രം വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് അതിലേക്കിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പം വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും ഇഞ്ചി പച്ചമുളകും അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ബീഫിൻ്റെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് കഴിച്ചപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അല്പം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഗരം മസാലയും ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് വെക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡിയായി. ഇനി അതിലേക്ക് ഞാൻ ബീഫ് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ തീ ഓഫാക്കിയിട്ട് വെക്കുക. അപ്പോൾ വിഷമൊക്കെ ആയതുകൊണ്ട് കിഴങ്ങിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം നമുക്ക് കപ്പ വെച്ചിട്ടും ഉണ്ടാക്കാമെന്നില്ല വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. കപ്പയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുഴുങ്ങി പൊടിച്ചാൽ അറിയില്ല. അപ്പോൾ ഞാൻ കപ്പ ചെറിയ കഷ്ണാക്കി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് വെന്തിട്ടുണ്ട് നോക്കാം. അപ്പോൾ ഈ വലുപ്പത്തിലാണ് ഞാൻ വേവിച്ചാൽ പറ്റുക. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് നല്ലോണം കുത്തി ഉടച്ച് എടുക്കണം, നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അത് കപ്പയൊക്കെ ഉടച്ച് നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടിയും കുഴച്ച് പദം വരുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കണം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നെയ്യും കുപ്പിൻ്റെ അടപ്പാണ്. ഈ അടപ്പിൽ നമ്മളൊരു ഉരുള എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് അമർത്തി ഷേപ്പാക്കി എടുത്താൽ പെട്ടെന്ന് നമുക്ക് കട്ട്ലറ്റിൻ്റെ ആ ഒരു ആകൃതിയിൽ കിട്ടും. അപ്പോൾ കണ്ടോ, ഇത് ഒരു ആകൃതിയിൽ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാം. ഈസിയാണ്. അത് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബ്രെഡിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ബ്രെഡിൻ്റെ പൊടിയാണ്. അപ്പോൾ അതും മുട്ട ഞാനൊന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി മുട്ടയിൽ മുക്കിയിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഈ ഒരു ബ്രെഡും പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള റസ്ക് പൊടിൻ്റെ ആവശ്യമില്ല, ബ്രെഡ് പൊടി കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അവരൊന്ന് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് അതിൽ കൊടുക്കാം. അപ്പോൾ എല്ലാ കട്ട്ലറ്റും ഇതേപോലെ റെഡിയാക്കി എടുക്കുക. ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കാറില്ല നോമ്പിന്. ഈ 2 എണ്ണക്കടികൾ അല്ലെങ്കിൽ ഓരോന്ന് അത്രേ ഉണ്ടാക്കാറുള്ളൂ. നോമ്പായതുകൊണ്ട് ഒരുപാട് എണ്ണക്കടികൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഉണ്ടാക്കാറുള്ളൂ. ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ ഒരു 10 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ബ്രെഡിൽ മുക്കിയിട്ട് എല്ലാം റെഡി ആയിക്കണിനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഞാനൊരു 3 എണ്ണം ഇട്ടിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ഇങ്ങനെ പൊരിച്ചെടുത്താലും നമുക്ക് ആ ബ്രെഡിൻ്റെ പൊടികളൊന്നും അതിൽ ആയിട്ട് കരിഞ്ഞ് പോകില്ല. നല്ല ഈസി ആയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ഭാഗം അത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം മറ്റേ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ സാവധാനം പൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേകില്ല. അപ്പോൾ ഇത് 2 ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പ കട്ട്ലറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇല്ലെങ്കിലും നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരിക്കൽ കൂടി റംസാൻ മുബാറക്ക്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.